നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ രക്തച്ചൊരിച്ചിലിന് ശേഷം വിപണി ഇന്ന് ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുകയാണ്. സെൻസെക്സ് ഇന്നത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നും 600 പോയിന്റുകളാണ് തിരിച്ചുകയറിയത്. എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത വിപണിയുടെ ഈ തിരിച്ചുവരവല്ല, മറിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് പ്രഖ്യാപിച്ച $110 ബില്യൺ മെഗാ AI നിക്ഷേപമാണ്. കൂടാതെ ഇന്ത്യ US വ്യാപാര കരാർ, സ്പൈസ് ജെറ്റിന് ബംഗ്ലാദേശിൽ കിട്ടിയ 8ന്റെ പണി, നൊവാർട്ടിസിന്റെ എക്സിറ്റ്, ടാറ്റ ക്വാൾകോം ഡീൽ തുടങ്ങിയ ഒട്ടനവധി സുപ്രധാന വാർത്തകൾ നമ്മളിന്ന് പരിശോധിക്കുന്നുണ്ട്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് വിപണിയിലെ പ്രതിദിന വാർത്തകൾ കൃത്യമായി അറിയാൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കാം. ഇന്നലെ കണ്ട വിൽപ്പന സമ്മർദ്ദത്തിനു ശേഷം ഇന്ന് നിക്ഷേപകർ കുറഞ്ഞ വിലയിൽ ഓഹരികൾ വാങ്ങിക്കൂടാൻ തയ്യാറായി. സെൻസെക്സ് ഡേ ലോയിൽ നിന്നും 600 പോയിന്റോളം റിക്കവർ ചെയ്ത് 316 പോയിന്റ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 25,550 മുകളിലുമെത്തി. കോൾ ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനിയായിരുന്നു ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ്. അടുത്തത് ഇന്ത്യയുടെ ടെക് ലോകത്തെ ഒരു പ്രധാന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് AI മേഖലയിൽ $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ഇന്ന് മുകേഷ് അംബാനിയുടെ റിലയൻസ് $110 ബില്യൺ AI നിക്ഷേപ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ റിലയൻസും അദാനിയും ചേർന്ന് ഇന്ത്യയുടെ AI ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുന്നത് $210 ബില്യൺ ആണ്. കൂടാതെ റിലയൻസ്, L&T, ഇൻഫോസിസ്, ഡെലിവറി, E2E നെറ്റ്വർക്ക്സ് തുടങ്ങിയ വമ്പൻ ഇന്ത്യൻ കമ്പനികൾ ആഗോള AI ഭീമനായ NVIDIAയുമായി പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഫോൺ പേ അവരുടെ ആപ്പിൽ AI സെർച്ചും ഒറ്റ ടാപ്പിൽ UPI പേയ്മെന്റും കൊണ്ടുവരുന്നു. ഇന്ത്യ ശരിക്കും ഒരു AI വിപ്ലവത്തിലേക്ക് കുതിക്കുകയാണ്. കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട മറ്റു 3 വാർത്തകൾ കൂടിയുണ്ട്. ഒന്ന്, സ്വിസ് ഫാർമ കമ്പനിയായ നൊവാർട്ടിസ് അവരുടെ ഇന്ത്യൻ യൂണിറ്റിലെ 71% ഓഹരികൾ $159 മില്യൺ വിറ്റ് ഇന്ത്യയിൽ നിന്ന് പിന്മാറുന്നു. ഈ വാർത്ത വന്നതോടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട നൊവാർട്ടിസ് ഇന്ത്യയുടെ ഓഹരികൾ 20% അപ്പർ സർക്യൂട്ട് അടിച്ചു. 2, ടാറ്റ ഇലക്ട്രോണിക്സ് അമേരിക്കൻ ചിപ്പ് നിർമ്മാതാക്കളായ ക്വാൾകോമുമായി ചേർന്ന് ഇന്ത്യയിൽ ഓട്ടോമോട്ടീവ് മോഡ്യൂളുകൾ നിർമ്മിക്കാൻ കരാറായി. ടാറ്റ ഗ്രൂപ്പിനും ഇന്ത്യൻ സെമി കണ്ടക്ടർ സ്വപ്നങ്ങൾക്കും ഇതൊരു വലിയ നേട്ടമാണ്. 3, സ്പൈസ് ജെറ്റിന് വീണ്ടും തിരിച്ചടി. കുടിശ്ശിക നൽകാത്തതിന്റെ തുടർന്ന് ബംഗ്ലാദേശ് അവരുടെ വ്യോമാർത്ഥി ഉപയോഗിക്കുന്നതിൽ നിന്ന് സ്പൈസ് ജെറ്റിനെ വിലക്കി. സാമ്പത്തിക രംഗത്ത് നിന്ന് കയറ്റുമതിക്കാർക്ക് സന്തോഷം നൽകുന്ന വാർത്തയുണ്ട്. 25,060 കോടി രൂപയുടെ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷന്റെ ഭാഗമായി കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സർക്കാർ പുതിയ 7 നടപടികൾ കൂടി പ്രഖ്യാപിച്ചു. കൂടാതെ രാജ്യം കാത്തിരിക്കുന്ന ഇന്ത്യ US വ്യാപാര കരാർ ഏപ്രിൽ മാസത്തോടെ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. 18% അമേരിക്കൻ ടാരിഫ് കുറയ്ക്കുന്ന നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്ന് അമേരിക്കൻ പ്രതിനിധി സെർജിയോ ഗോരും വ്യക്തമാക്കിയിട്ടുണ്ട്. അവസാനമായി റിസൾട്ട് അപ്ഡേറ്റ്. FMCG ഭീമനായ ബ്രിട്ടാനിയയുടെ 3ാം പാദത്തിലെ വിൽപ്പന 8.21% വർദ്ധിച്ച് 4,969 കോടി രൂപയായി. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. റിലയൻസും അദാനിയും L&Tയും ഒക്കെ ആയിരക്കണക്കിന് കോടികൾ AI മേഖലയിൽ നിക്ഷേപിക്കുമ്പോൾ വരും വർഷങ്ങളിൽ ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ നേട്ടം നൽകാൻ പോകുന്നത് ഇതിൽ ഏത് കമ്പനിയായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.